സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തിൻ്റെ ആരോഗ്യം കാക്കാൻ ഒഴിവാക്കേണ്ട 6 ശീലങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഇന്ന് സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പല സ്ത്രീകളും അറിയാതെ ചെയ്യുന്ന ചില ശീലങ്ങൾ സ്വകാര്യ ഭാഗത്ത് അസ്വസ്ഥത, ചൊറിച്ചിൽ, ദുർഗന്ധം, അണുബാധകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതുകൊണ്ട് ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. അമിതമായി സോപ്പോ സുഗന്ധ ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കരുത്. പല സ്ത്രീകളും കൂടുതൽ ശുചിത്വത്തിനായി ശക്തമായ സോപ്പുകളും സുഗന്ധമുള്ള വാഷുകളും സ്പ്രേകളും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സ്വകാര്യ ഭാഗത്തിന് സ്വാഭാവികമായ ഒരു സംരക്ഷണ സംവിധാനമുണ്ട്. വളരെ ശക്തമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ചിലരിൽ ചൊറിച്ചിൽ, വരൾച്ച, അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാകാം. അതുകൊണ്ട് സാധാരണയായി മൃദുവായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടുകയും ചെയ്യുക. പിന്നെ രണ്ടാമതായി, ആവശ്യമില്ലാത്ത ഇടയ്ക്കിടെ അകത്തേക്ക് കഴുകരുത്. കൂടുതൽ വൃത്തിയാക്കണം എന്ന ധാരണയിൽ ചിലർ ഇടയ്ക്കിടെ അകത്തേക്ക് വെള്ളമോ മറ്റോ ഉപയോഗിച്ച് കഴുകാറുണ്ട്. ശരീരത്തിന് സ്വാഭാവികമായ ഒരു ബാലൻസ് ഉണ്ട്. അത് തകരുമ്പോൾ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കാം. സാധാരണ ശുചിത്വം പാലിക്കുന്നത് മതി. പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. മൂന്നാമതായി, വളരെ ടൈറ്റ് ഉൾവസ്ത്രങ്ങൾ സ്ഥിരമായി ധരിക്കരുത്. ഫാഷനോ സൗകര്യമോ കാരണം ചിലർ വളരെ കെട്ടിയുള്ള ഉൾവസ്ത്രങ്ങൾ സ്ഥിരമായി ധരിക്കാറുണ്ട്. ഇത് ചിലരിൽ വിയർപ്പ് കൂടാനും വായു സഞ്ചാരം കുറയാനും അസ്വസ്ഥത ഉണ്ടാകാനും കാരണമാകാം. സൗകര്യപ്രദവും ശരിയായ വലിപ്പമുള്ളതുമായ ഉൾവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. നാലാമതായി, നനഞ്ഞ ഉൾവസ്ത്രങ്ങൾ ദീർഘനേരം ധരിക്കരുത്. വ്യായാമം കഴിഞ്ഞാലോ വിയർപ്പ് കൂടുതലായാലോ ചിലപ്പോൾ നനഞ്ഞ ഉൾവസ്ത്രങ്ങൾ മണിക്കൂറുകളോളം ധരിക്കാറുണ്ട്. പക്ഷേ ഇത്തരം ഈർപ്പമുള്ള സാഹചര്യം ചില അണുബാധകൾ വളരാൻ അനുകൂലമായേക്കാം. അതിനാൽ കഴിയുന്നത്ര വേഗം വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ ഉൾവസ്ത്രങ്ങളിലേക്ക് മാറുക. അഞ്ചാമതായി, രാത്രി ഉറങ്ങുമ്പോൾ ആവശ്യത്തിന് മുകളിലുള്ള കെട്ടിപ്പിടിക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കുക. രാത്രിയിൽ ശരീരത്തിന് വിശ്രമം ലഭിക്കേണ്ട സമയമാണ്. വളരെ ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ചിലർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കാം. അതുകൊണ്ട് സൗകര്യപ്രദമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ബ്രാ ധരിക്കണോ വേണ്ടയോ എന്നത് വ്യക്തിപരമായ സൗകര്യത്തിൻ്റെ കാര്യമാണ്. എല്ലാവർക്കും ഒരേ നിയമമല്ല. ആറാമതായി, അസാധാരണ ലക്ഷണങ്ങളെ അവഗണിക്കരുത്. ചൊറിച്ചിൽ, വേദന, ദുർഗന്ധം, അസാധാരണ ഡിസ്ചാർജ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പലരും അത് നിസ്സാരമായി കാണാറുണ്ട്. പക്ഷേ ഇത്തരം ലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ ആരോഗ്യ വിദഗ്ധനെ കാണുന്നത് വളരെ പ്രധാനമാണ്. ആദ്യഘട്ടത്തിൽ ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കാനാകും. ഇന്ന് പറഞ്ഞ 6 കാര്യങ്ങളും എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്ന ആരോഗ്യ വിവരങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.